തർഷിക തിരിച്ചു വന്ന് പൊളിച്ചടുക്കുകയാണ് മക്കളെ. വിശാലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കി വിട്ടിരിക്കുകയാണ്. തർഷിക ഭയങ്കര മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് അതൊന്ന് എന്താ പറയുക സോർട്ട് ഔട്ട് ആക്കി വിട്ടത്. തർഷികയുടെ നെഗറ്റീവ് എല്ലാം പോകുന്ന ലെവലിലാണെന്ന് സംസാരിച്ച് വിട്ടത്. ഇവിടെ നിന്ന് കുത്തനെ നെഗറ്റീവായിട്ട് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു തർഷിക. തർഷികയുടെ വേല കൊണ്ട് തന്നെയാണ്, ഞാൻ ഒരിക്കലും വിശാലെന്ന് മാത്രം കുറ്റം പറയത്തില്ല, തർഷികയുടെ കയ്യിരിപ്പും കൊണ്ട് തന്നെയാണ് തർഷിക നെഗറ്റീവ് ആയത്. പക്ഷെ ഇന്ന് കയറി തർഷിക എല്ലാം സോർട്ട് ഔട്ട് ആക്കുന്നുണ്ട്. തർഷിക മാത്രമല്ല, സത്യം ഉണ്ട് തിരിച്ചു വരുന്നതെന്ന്. ഇന്ന് സത്യ വരുന്നുണ്ട്, ജെഫ്രി വരുന്നുണ്ട്. എൻ്റെ മുന്നേ യമണ്ടൻ തഗ്ഗാണ് സത്യയും ജെഫ്രിയും കൂടെ. അർണവിനെ എല്ലാവരും കൂടി എടുത്തിട്ട് കൊടയാണ്. അർണവ് പൊതുശത്രുവായിട്ട് മാറിയിരിക്കുകയാണ്. രഞ്ജിത്തും ആനന്ദിയും വരുന്നുണ്ട്. വലിയ ഗുണമൊന്നും തന്നെ ഇല്ല. പിന്നെ തർഷികയും ഫാറ്റ്മാനും തമ്മിലൊരു യമണ്ടൻ ഫൈറ്റ് ഇന്ന് നടക്കുന്നുണ്ട്. ഫാറ്റ്മാൻ പുറത്തിരുന്ന് വിളിച്ചുവാരി പറയുന്നതിനും അകത്ത് വന്നിരുന്നുള്ള സംസാരങ്ങൾക്കും ഒക്കെ തർഷിക കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുട്ടാ, സാജന വിശാലിനെ പ്ലേ ബോയ് എന്ന് വിളിച്ച കാര്യം തർഷിക വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കറക്റ്റ്. തർഷിക ചെയ്തത് ഭയങ്കര മെച്യൂരിറ്റിയോട് കൂടിയാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളും ചെയ്തത്. സൗന്ദര്യം സുനിതയും കൂടെ വീണ്ടും PR-ന്റെ പേരിൽ വമ്പൻ ഫൈറ്റാണ്. പിന്നെ ചലഞ്ചേഴ്സ് ഒക്കെ വന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ചലഞ്ചേഴ്സ് ഒന്നും ഇവിടെ ഒരു തേങ്ങയും ചെയ്തില്ല, അതുകൊണ്ട് ഇവിടുത്തെ ടോപ്പ് 6 തന്നെയാണ് ടോപ്പ് 6. അപ്പോൾ വീട്ടുകാരെ ഇത് ചോദിച്ച് പോയവൻ ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പം കണ്ടസ്റ്റൻസ് തന്നെയാണ് നമ്മൾ വൈൽഡ് കാർഡ് നോക്കൗട്ട്. ഞാൻ പറഞ്ഞു ഇത് പ്രാങ്ക് ആയിരിക്കും, വെറുതെ പ്രാങ്കെന്ന് ഇവരടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ട് അവസാനം അയ്യോ ഇവിടെ ഒന്നും ചെയ്തൊന്നും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും ദിവസം ഈ 99 ദിവസം നിന്നിട്ട് 100ാമത്തെ ദിവസം പിടിച്ചിട്ട് അവരെ ഈ വൈൽഡ് കാർഡ് നോക്കൗട്ട് വെച്ച് ആക്കുന്നത് എന്ത് മോശം പരിപാടിയാണ്. അപ്പോൾ ഫിനാലെ വോട്ടിലത്തേക്കായിട്ടുള്ള ഗ്രാൻഡ് ഫിനാലയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ലൈൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മിസ് കോൾ ചെയ്യാം, വോട്ട് ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണോ അവർക്ക് പോയി വോട്ട് ചെയ്യുക. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു സജഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യണം എന്ന് എൻ്റെ ഒരു ഇതിൽ നിങ്ങൾ മുത്തുവിന് ധൈര്യമായിട്ട് വോട്ട് കുത്തിക്കോ, ജാക്ലിന് ധൈര്യമായിട്ട് വോട്ട് കുത്തിക്കോ, സൗന്ദര്യക്കും ധൈര്യമായിട്ട് വോട്ട് കുത്തിക്കോ. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം ബാക്കിയുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് 3 പേർക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഞാൻ ഒന്നും പറയത്തില്ല. നിങ്ങൾ ആർക്ക് വേണം, സൗന്ദര്യക്കാണെങ്കിൽ, മുത്തുവിനാണെങ്കിൽ, ജാക്ലിനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് വോട്ട് ചെയ്തോ. ഇനി റയാനും വിശാലിനും പവിത്രയ്ക്കൊക്കെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആലോചിക്ക്. ഒരൊറ്റ വോട്ടേ ഉള്ളൂ, ആർക്ക് കുത്തണമെന്ന് ആലോചിച്ചിട്ട് വേണം കുത്താൻ പോയി. ഓക്കെ, അപ്പോൾ അത്രേ പറയുള്ളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടം. അടുത്ത രാത്രി ഇന്നലെ, അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 99 ജനുവരി 13-ാം തീയതിയിലെ ബിഗ് ബോസ് 8 തമിഴിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ രാത്രി നടക്കുന്ന സംഭവമാണ്. സൗന്ദര്യ റിയർ എടുത്ത് പറയുകയാണ്, ഞാനിവിടെ പുറത്തൊന്നും സെറ്റൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് വിശ്വാസമാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് വേണ്ടി. പിന്നെ ഞാൻ ആരെയും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഞാൻ ആരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നില്ല, ഞാനൊന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നവളും അല്ല ഞാൻ. അപ്പം റിയ പറയണം, പക്ഷെ അഫക്റ്റഡ് ആണടാ, പുറത്ത് അഫക്റ്റഡ് ആണ്. എനിക്ക് പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഓഡിയൻസിന് നിന്നെ ഇഷ്ടമാണ് അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അതായത് സൗന്ദര്യയുടെ പേരിൽ ഈ പറഞ്ഞ പോലെ സൗന്ദര്യ PR കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ PR പോലത്തെ ഒരു പരിപാടിയാണ് പുറത്ത് നടക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്ത് നേരം വെളുക്കുന്നു, സൗന്ദര്യ വിശാലിനെ സംസാരിക്കുന്നത്, എന്താണ് എന്നെ നീ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തത്, എന്താ സംഭവം? അപ്പോൾ വിശാൽ മറ്റേ കേസ് തുറന്ന് പറയുകയാണ്. മറ്റേ മുത്തുവിൻ്റെ അടുത്തിരുന്നപ്പോൾ മുത്തുവിൻ്റെ തൊടയിൽ തൊട്ടപ്പോൾ വേറെ രീതിയിൽ തോന്നി എന്ന് പറഞ്ഞ കാര്യവും, പിന്നീട് എന്നോട് സംസാരിച്ചപ്പോൾ അതെനിക്ക് സെറ്റായി, അപ്പം എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി എന്നുള്ള കാര്യം പറഞ്ഞ് അവരങ്ങ് ക്ലിയർ ചെയ്യുന്നു. ദെൻ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ്, ഫിനാലെ വീക്കാണ്, സർപ്രൈസുകൾ ഉണ്ട്, ചലഞ്ചേഴ്സ് നിങ്ങൾ എന്താണ് ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്തത് പറയൂ. ഫാറ്റ്മാൻ പറയാണ്, ഞാൻ ഇവിടെ ഓരോരുത്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ മൈൻഡ് ഗെയിം കളിച്ചു, ഓരോരുത്തരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എനിക്ക് വരാൻ പറ്റിയിട്ടുള്ള പൊസിഷൻസിലുള്ളവരെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കളിച്ചു. സാജന പറയാണ്, ഞാൻ 2 പേരുടെ ഗെയിം അവരുടെ വീക്ക്നെസ് ഒക്കെ എക്സ്പോസ് ചെയ്തു. വർഷിനി പറയാണ്, ഞാൻ ഇവിടെ സംസാരിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഓരോരുത്തരിൽ നിന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എഫോർട്ട് ഇട്ടു. ദർശ പറയാണ്, എനിക്ക് റീപ്ലേസ് ചെയ്യാൻ തോന്നിയ ആളുടെ ഗെയിം ഞാൻ എക്സ്പോസ് ചെയ്യാൻ നോക്കി. സുനിത പറയുന്നത്, എനിക്കിവിടെ 2 പേരുണ്ടായിരുന്നു, സൗന്ദര്യയും ജാക്കിലിനും. ഞാൻ വന്ന ഉടനെ തന്നെ ആ PR-ന്റെ കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. പിന്നെ സൗന്ദര്യയുടെ ഇവിടുത്തെ മാനിപ്പുലേഷൻ കളികളൊക്കെ ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. പിന്നെ ഹ്യൂമൻ ഇമോഷനും വെച്ച് സിമ്പതി കാർഡും വെച്ചാണ് ജാക്കിലിൻ കളിക്കുന്നത്, വീക്ക് വൈസ് മാറിക്കൊണ്ടിരിക്കും എന്നൊക്കെ സുനിത പറഞ്ഞിട്ട് പോയി നേരെ ഇരിക്കുന്നു. അപ്പം തന്നെ സൗന്ദര്യം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്നില്ല. പക്ഷേ സൗന്ദര്യം ഒന്നും മിണ്ടുന്നില്ല,
തൊട്ടടുത്ത് റിയ പോവാണ്. ഇത്ര ആദ്യം തന്നെ ഞാൻ അവിടെ വന്നപ്പോൾ ഇത്രയും ദിവസം എഫർട്ട് ഇട്ട് വന്ന ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന ആൾക്കാർ ടോപ്പ് 5 വരണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇന്ന പൊസിഷനിൽ വരണം എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരോട് ഞാൻ പോയി അവർ ഏത് കുരുക്കിലാണോ കിടക്കുന്നത് ആ കുരുക്ക് അഴിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. അത് എൻ്റെ ന്യായമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ സുനിത എന്നിട്ട് റിയ പോയി ലിവിംഗ് റൂമിൽ പോയി സോഫയിൽ പോയിരുന്നു. അപ്പൊ സുനിത പറയണം, നീ മാത്രമല്ലേ നമ്മളെല്ലാവരും ന്യായമായിട്ട് തന്നെ കളിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും റിയ, അയ്യോ അത് എനിക്ക് എത്തിക്കലായിട്ടുള്ള കാര്യം, നീ എപ്പോഴും എത്തിക്കൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം അടുത്ത ആൾ പറയാൻ വേണ്ടി പോയി നിൽക്കുകയാണ്, അഭിപ്രായം പറ ശിവ. അപ്പോഴത്തേക്കും സൗന്ദര്യം ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, ഇടയ്ക്ക് കയറി പറയില്ലേ സുനിത, അവിടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പം റിയ പോയി പറഞ്ഞിട്ട് വന്നില്ലേ, ഇപ്പം നിങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ സുനിത അങ്ങോട്ട്, ഞാൻ നിന്റെ സംസാരിച്ചോ അന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരുടെ കയറി അങ്ങോട്ട് വഴക്കാവാണ്. സൗന്ദര്യം സുനിതയും കൂടെ. സൗന്ദര്യം പറയാണ്, എന്ത് ഞാനിവിടെ നീ ഇപ്പം എന്തിനാ നീ ഇപ്പോൾ പോയിട്ട് എന്നെ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അടുത്ത് വല്ലതും ചോദിച്ചോ, എനിക്കെതിരെ അഭിപ്രായമുണ്ട്, ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അത് ഞാൻ ഇവിടെ വന്നിട്ടാണ് ചോദിച്ചത്, ഇവിടെ വന്ന് ഇരുന്നിട്ടാണ് ചോദിച്ചത്. അത് നമ്മൾ ആരും ചോദിച്ചില്ലല്ലോ. ഒരു അക്സെപ്റ്റൻസ് പഠിക്കുക. നമ്മൾ ആരും ഇവിടെ ഒന്നും ചെയ്യാതെ അല്ല ഇത്രയും ദിവസം വന്നത്. അപ്പോൾ സുനിത പറയാണ്, അതാ പറഞ്ഞത്, ഒന്നും ചെയ്യാതെയാണ് നീ ഇവിടെ വന്നത്. അപ്പോൾ സൗന്ദര്യം പറയാണ്, നീ ഇവിടെ കാണിക്കുന്ന വേല, നിന്റെ ആറ്റിറ്റ്യൂഡ് വെരി ബാഡ് ആണ് സുനിത. അപ്പൊ സുനിത പറയാണ്, എത്തിക്സ് ഓർഗാനിക് കൊള്ളാം. അപ്പം സൗന്ദര്യം അതെ എത്തിക്സ് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ സുനിത, പുറത്ത് വാ, നിനക്ക് ഓരോന്ന് പേപ്പർ സഹിതം ഞാൻ കാണിച്ചു തരാമെല്ലാം. അപ്പൊ സൗന്ദര്യം പറഞ്ഞു, നീ കാണിക്ക്. അപ്പൊ സുനിത, എല്ലാവരും ഇവിടെ പ്രൊവോക്ക് ചെയ്തല്ലേ നീ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ സൗന്ദര്യം പറയാണ്, ഒരാളെ തകർത്ത് അവരുടെ മുകളിൽ വരണമെന്നുള്ള നിന്റെ ആഗ്രഹം കൊള്ളാം, എന്തായാലും കൊള്ളാം. അപ്പൊ സുനിത പറയാണ്, നിന്നോട് എനിക്ക് കാണിക്കേണ്ട കാര്യമില്ലടിയത്, ഞാൻ റിയയോടാണ് സംസാരിച്ചത്, നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു? അപ്പൊ സൗന്ദര്യം പറഞ്ഞു, എന്താ നിങ്ങൾക്ക് അക്സെപ്റ്റൻസ് ഇല്ലാത്തത് സുനിതേ? അപ്പൊ സുനിത പറഞ്ഞു, സിമ്പതി കാർഡ് നീ പോയി ക്യാമറയിൽ കാണിക്കുക കേട്ടോ. അപ്പൊ സൗന്ദര്യം പറഞ്ഞു, ഞാൻ എന്താ കാണിച്ചത്? എനിക്കറിയില്ല, ഞാൻ എന്താ കാണിച്ചത് പറഞ്ഞതാ. സുനിത പറഞ്ഞു, എനക്കല്ലെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ, എനിക്കാണെങ്കിൽ നിന്നെ പോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല, പിടിപാടും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുനിത അങ്ങോട്ട് ഭയങ്കര മുട്ടമടക്കാണ്. സുനിത കരയുവാണ്, സൗന്ദര്യം മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അടുത്ത് ശിവ പോയി പറയാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു വീക്ക് ഞാൻ നല്ലതുപോലെ ചെയ്ത് ഹൗസ് മേറ്റ്സിന് ന്യായം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അർണോ പറഞ്ഞു, ഞാൻ എല്ലാവരോടും എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു, സ്ട്രക്ചറലി സംസാരിച്ചു എന്നൊക്കെ എന്തൊക്കെയോ വെടിതരാൻ വിളിച്ചുവാരി പറയുകയാണ്. അടുത്ത ബിഗ് ബോസിനെ പറയുന്നത്, ഇനി ടോപ്പ് 6 കണ്ടസ്റ്റൻസ് പറ, നിങ്ങളെ തടയിടാൻ ഇവരെ കൊണ്ടായോ? പവിത്ര പറയണ, എനിക്കൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല. മുത്തു പറയണ, എനിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. വിശാൽ പറയണത്, ഓരോരുത്തരും വന്ന് എന്നോട് ചില പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു, ഫസ്റ്റ് ഡേ ഞാൻ ഓക്കെ അല്ലായിരുന്നു, പിന്നീട് ഞാൻ ഓക്കെ ആയി. അപ്പോൾ ജാക്കിലും പറയണം, ചിലർ വിമർശനങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വന്നു, പക്ഷേ അതിനെ നമ്മൾ സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. റയാൻ പറയുന്നു, ഇവരെല്ലാവരും 8 പേരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത്, ഇവർ ഒറ്റയ്ക്ക് വന്നാണ് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നെയും കളി ഉഷാറായിരുന്നു. റയാൻ്റെ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, അടുത്ത് സൗന്ദര്യ പറയാണ്, ഇത്ര നാള് നമ്മളിവിടെ വന്നതിന് ഒരു എഫേർട്ടും ഇല്ലാത്ത കണക്ക് എഫേർട്ട് തകർക്കും പോലെയാണ് ഇവർ വന്ന് സംസാരിച്ചത്. ഇവർ പറയുന്നത് കൊണ്ട് അത് പുറത്ത് ഈ സുനിതയൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് അതാണോ ഇനി ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ പുറത്ത് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. അത്രയ്ക്ക് എനിക്ക് അഫക്റ്റായി. കഷ്ടപ്പെടുന്ന ആ ഒരു പെണ്ണെന്നാണ് എന്നെ നേരത്തെ സുനിത പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് കരച്ചിൽ സിമ്പതിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്റൻഷ്യലി ഇവിടെ എൻ്റെ അടുത്ത് സ്റ്റണ്ട് ഉണ്ടാക്കാനും പേഴ്സണലായിട്ട് ഓരോരോ കാര്യങ്ങൾ എടുക്കാനും തുടങ്ങി. ഒട്ടും അക്സെപ്റ്റൻസ് ഇല്ല സുനിതയ്ക്ക്. ഇത്തവണ ഒന്നിനെ കൊണ്ടും എനിക്ക് ഒന്നും പറ്റി, ഇവരെ അഫക്റ്റൊക്കെ ചെയ്തു, പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഇനി എനിക്ക് ഒന്നും പറ്റത്തില്ല എന്ന് സൗന്ദര്യം പറയുന്നു. ബിഗ് ബോസ് പറഞ്ഞു, അപ്പോൾ ചലഞ്ചേഴ്സ് എല്ലാം ഫെയിലാണ്, നിങ്ങൾ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ബേസ് ചെയ്യാൻ നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരൊക്കെയാണ് ടോപ്പ് 6? ജാക്ലിൻ, സൗന്ദര്യ, വിശാൽ, പവിത്ര, മുത്തു, റയാൻ, നിങ്ങളാണ് ടോപ്പ് 6. 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളാണ് ടോപ്പ് 6 വന്നിരിക്കുന്നത്. സീസണിന്റെ തീം എന്താ? ബോയ്സ് വേഴ്സസ് ഗേൾസ്. അതിപ്പോൾ ശരിയായോ? ഇനി അടുത്ത് കുറച്ച് കഴിയുന്നു, തർഷിക വരുന്നു. മെയിൻ എൻട്രൻസിൽ കൂടെയാണ് കയറി വരുന്നത്. വിശാൽ ഇങ്ങനെ നിൽക്കണം, ഒന്നും മിണ്ടുന്നില്ല, ദൂരോട്ട് ഇങ്ങനെ വിശാലിന് എന്തൊക്കെയോ പ്രശ്നം. അപ്പോൾ തർഷിക തന്നെ വന്ന് ക്ലിയർ ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിൽ വിശാൽ വന്ന് മിണ്ടാതെ നിൽക്കുവാണ്. തർഷിക വന്ന് ആദ്യം തന്നെ പവിത്രയെ ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു. വിശാൽ അങ്ങനെ നോക്കി നിൽക്കുന്നു. തർഷിക മുത്തുവിൻ്റെ അടുത്ത് സൂപ്പർ വിശാൽ നോക്കി നിൽക്കുന്നുണ്ട്. വിശാലിൻ്റെ അടുത്ത് നിന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ വിശാൽ അപ്പം തന്നെ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിലേക്ക് പോകുമ്പോൾ തർഷിക പറഞ്ഞു, നിങ്ങൾ എല്ലാവരും സൂപ്പർ. എന്നിട്ട് ശിവ വിശാലിൻ്റെ അടുത്തോട്ട് പറയണം, എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്? വിശാൽ പറയണം, എനിക്ക് ഹാപ്പിയായി, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. വിശാൽ എന്തൊക്കെയോ തർഷിക പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചോണ്ടാണ് ഇരുന്നത്. അപ്പോൾ ശിവ പറയണേ, അവർക്കൊരു ക്ലോഷർ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നിൽക്കാവോ അങ്ങനെ, അപ്പം നീ അന്ന് കാര്യമാക്കണ്ടടാ. അടുത്ത ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു എല്ലാവരും. തർഷിക പറയാണ്, ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ എല്ലാവരും സൂപ്പർ പ്ലെയേഴ്സ് ആണ്, നെഗറ്റീവുകൾ ഒന്നും വേണ്ട, ഒരു നെഗറ്റീവും ഇല്ല, 99 ദിവസം നിങ്ങളോട് നിൽക്കുകയാണ്, പോസിറ്റീവായിട്ട് നിൽക്കൂ. അപ്പോൾ അർണോ പറയണം, നമ്മൾ വന്നിട്ട് എന്തായി? അപ്പോൾ തർഷിക, സൂപ്പർ, നിങ്ങൾക്കും സ്ക്രീൻ സ്പേസ് കുറച്ച് കിട്ടി കേട്ടോ. അപ്പം സൗന്ദര്യ കുറച്ച് കഴിഞ്ഞ് വിശാലിന്റെ പറയണ, എടാ നിന്റെ ഫ്രണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുള്ളൂ, നീ സമാധാനമായിട്ടിരിക്കെ. അടുത്ത തർഷിക പറഞ്ഞു, ഇത് ഗെയിം അല്ലേ, ഇതെല്ലാം ഗെയിമാണ്, ഞാൻ എല്ലാം ഗെയിമായിട്ട് എടുത്തിട്ടുള്ളൂ.
അപ്പോൾ അടുത്ത് പവിത്ര തർഷികയുടെ അടുത്ത് കുറച്ച് പവിത്രയും തർഷിയോട് സംസാരിക്കുമ്പോൾ തർഷിക പറയണ നിന്റെ അടുത്ത് തന്നെ എനിക്ക് സോറി പറയാനുള്ള നിന്നെ കുറേ ഇതിൽ ഞാൻ തനിയെ വിട്ടു. പവിത്ര പറയുന്നത് നീ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത തർഷി. അപ്പോൾ തർഷിക പറയാണ് എനിക്ക് വേണ്ടി ആരും ഇവിടെ നിങ്ങൾ ആരും ബ്ലെയിം ചെയ്യരുത്, ഞാൻ സംസാരിച്ചോളാം, എൻ്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം. എൻ്റെ അമ്മ തന്നെ എന്നെ മനസ്സിലാക്കിയില്ല കുറച്ച് ദിവസം, അതാണ് എനിക്ക് ഭയങ്കര വിഷമമായി പോയത്. അപ്പോൾ സൗന്ദര്യ അർണവിൻ്റെ സംസാരിക്കുന്നത് നിങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവിടെ സംസാരിച്ചതുപോലെയല്ല, ജെഫ്രിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കമൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. പവിത്ര ഇതേ സമയം തർഷിയുടെ പറഞ്ഞേടാ എനിക്ക് ഒന്നും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഉടഞ്ഞുടഞ്ഞ് പൊയ്ക്കൊണ്ടേയിരുന്നു, ഞാൻ കരയുന്നത് ഇപ്പോൾ കുറച്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സത്യയും ജെഫ്രിയും കൂടെ എൻട്രി ചെയ്യുന്നു. സത്യ വന്ന് വിശാലിനെ കെട്ടിപ്പിടിക്കുന്നു, വിശാൽ ഭയങ്കര കരച്ചിൽ, ജെഫ്രി ഓടിപ്പോയി റയാനെ കെട്ടിപ്പിടിക്കുന്നു, സൗന്ദര്യ കെട്ടിപ്പിടിക്കുന്നു, ഗോവ ഗ്യാങ് അവരൊരുമിക്കുന്നു. അപ്പം അർണവിൻ്റെ അടുത്തോട്ട് ജെഫ്രി പോവുകയാണ്, ഫാറ്റ്മാൻ അവിടെ നിൽക്കുന്നു, ഫാറ്റ്മാനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അർണവ് ചായ ക്ലാസ് പിടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മൈൻഡ് പോലും ജെഫ്രി കൊടുക്കുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച വന്ന് എന്തൊക്കെയോ ചക്ക അടുത്തിടും കണക്ക് അർണവ് ഒന്ന് കുറേ കുരച്ചല്ലോ, അതുകൊണ്ട് ഒന്നും തന്നെ ജെഫ്രി മിണ്ടുന്നില്ല. എന്നിട്ട് സത്യ റയാനെ കെട്ടിപ്പിടിക്കുന്നു, സൂപ്പർ. വിശാൽ ഭയങ്കര കരച്ചിലാണ് സത്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. വിശാല് ഇതേ സമയം വിശാൽ അകത്തേക്ക് പോകുന്നു. വിശാൽ അകത്തേക്ക് പോകുമ്പോൾ അർണവ് ഓടെ നിൽക്കണം. അപ്പോൾ അർണവ് എന്തോ ഒരു കമന്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് വിശാൽ പറയുന്നുണ്ട്, അർണവ് പറഞ്ഞു എന്താ അൻഷിത ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ വരും, അപ്പൊ വിശാലിന് ഹാപ്പി ആകും എന്നിങ്ങനെ ഒരു ഡയലോഗ് അർണവ് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വിശാൽ പറഞ്ഞു എന്തിന് എൻ്റെ പേരോടെ വലിച്ചിട്ടു, എൻ്റെ കാര്യം എന്തിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആരാണ് പറയാൻ റൈറ്റ്സ് എന്നത് പറ, ഞാൻ സന്തോഷമാവോ ദുഃഖമാവോ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പറയാൻ, നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അധികാരം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ യമണ്ടം വഴക്ക്. അപ്പോൾ അർണവ് പറയുന്നത് എല്ലാവർക്കും അറിയാടാ, എല്ലാവർക്കും എല്ലാം അറിയാം, പുറത്ത് എല്ലാവർക്കും നല്ലോണം, ഞാൻ ആരാണെന്നാ, ഞാൻ കണ്ടസ്റ്റൻ്റ് ആണ്, ഞാൻ കണ്ടസ്റ്റൻ്റ്. അപ്പോൾ വിശാൽ ആര് പറഞ്ഞു നീ കണ്ടസ്റ്റൻ്റ് എന്ന്, നീ ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞത്, അടുത്ത അസിൻ വരും വിശാൽ ഹാപ്പി ആവുന്നത്, നീ ആരാണ് അങ്ങനെ പറയാൻ, നീ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു മുട്ടനടി നടക്കുവാണ്. അതിനുശേഷം സത്യയും ജെഫ്രിയും കൂടെ നേരെ ലിവിംഗ് റൂമിൽ വരുന്നു. അപ്പം ഇങ്ങനെ സത്യ ഇങ്ങനെ ഷർട്ടിന്റെ ബട്ടൺസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ജെഫ്രി പറഞ്ഞു ഓപ്പൺ ആക്കി സത്യ അങ്ങോട്ട്, അയ്യോ ഷർട്ടൊക്കെ അടച്ചിടുന്നതുകൊണ്ട് അർണവ് ഇരിക്കുന്ന കണ്ടില്ലേ, ഷർട്ടൊക്കെ അടച്ചിട്ട് ഭയങ്കര പ്രശ്നമാവും, ബട്ടണൊക്കെ ഉള്ളു. അപ്പം വീട്ടുകാരെ പൊട്ടി ചിരിച്ച് കൈയ്യടി, കാരണം അർണവ് അങ്ങ് ഒരുമാതിരി അർണവ് അളഞ്ഞ് പുളിഞ്ഞ അവസ്ഥയിലായിപ്പോയി. അപ്പോഴത്തേക്കും ജെഫ്രി പറയാണ് നേരിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടെ അർണവേ, അപ്പൊ എനിക്കറിയാം. അപ്പൊ സത്യം പറയാണ് സമയം വേസ്റ്റഡാ, ഇവൻ ഏവനടാ, ഇവൻ ആരടാ, ഇവൻ ഏത് സീസണിലടാ ഉള്ളത് ഇവൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ജെഫ്രി എല്ലാവരും സൂപ്പറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ടാസ്ക്കാണ് അർണവേ നിനക്കൂടെ ബിഗ് ബോസ് തന്നു വിട്ടെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു 2 പേരെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു, ഇനി 3 പേരെ കൂടെ പറഞ്ഞയക്കാനുണ്ട്, ഞാൻ വൃത്തിയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ജെഫ്രി നിനക്കെന്താ അങ്ങനെ തോന്നിയത് വിശാലെ, എന്താ പ്രശ്നം എന്തുവാ വിശാലെ? അപ്പൊ അടുത്ത് നിനക്കെന്താ കാര്യം അടുത്ത് അർണവിൻ്റെ ചോദിക്കുന്നു. അപ്പം അർണവ് പറയാണ് ഓഡിയൻസ് കേൾക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് മെസ്സേജ് വന്നതും കമന്റ്സിൽ വന്നതും പിന്നെ വിജയ് സേതുപതി പറഞ്ഞതും അപ്പം എനിക്കങ്ങനെ തോന്നി, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ എന്നൊക്കെ പറയണേ. അപ്പം ഒരു ഹോസ്റ്റ് അല്ലേ വിജയ് സേതുപതി സാർ, അപ്പോൾ ഹോസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പറയാം, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ സത്യം പറഞ്ഞു വേറെ ലെവൽ ഗെയിം മച്ചാ, എല്ലാവരും നല്ല ഗെയിമാണ്, പവി നീ ഡിസേർവിംഗ് ആണ്, മുത്തു നിന്റെ പോസ്റ്ററൊക്കെ പുറത്ത് ഞാൻ കണ്ടു, സൗന്ദര്യം നീ കരയരുത്, പേടിക്കേണ്ട ആവശ്യമില്ല, റയാനെ നിന്റെ വൈറലാണടാ എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത് ജെഫ്രി പറയാണ് വിശാലെ നീ എന്താ ഇങ്ങനെ ഉടഞ്ഞിരിക്കുന്നത്, നീ ആരും പെർഫെക്റ്റ് അല്ല, ഇവിടെയുള്ള ആരും പെർഫെക്റ്റ് അല്ല, നീ കോൺഫിഡൻ്റ്ലി ഓക്കെ ആണോ, എങ്കിൽ നീ ഓക്കെ തന്നെയാണ്. എന്നിട്ട് ഫാറ്റ്മാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് ചില കേസ് നിങ്ങളും ഇവിടെ നിങ്ങളോട് ഫൺ ചെയ്യാനാണ് വന്നെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് ഫൺ ചെയ്യാൻ നമുക്കാണ്, നിങ്ങളും ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും എന്താ കൗണ്ടർ അടിക്കുക നിങ്ങളെക്കാളും സീനിയറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്തൊക്കെയോ വായി തോന്നി ശരി പറയുവാണ്. കുറച്ച് കഴിയുന്നു തർഷിക അർണവിൻ്റെ സംസാരിക്കുകയാണ്, തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തായ സമയത്ത് സ്റ്റേജിൽ പോയി നിന്ന് പറഞ്ഞ വേർഡ്സ് എല്ലാം തെറ്റാണ്. അപ്പോൾ അർണവ് പറയണം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ നല്ലതായിരുന്നു എന്ന്, തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു, അതൊക്കെയാണ് ഞാൻ വന്നപ്പോൾ കേട്ടത്. അപ്പോൾ തർഷിക പറയണം നമുക്കൊരു ഡിഗ്നിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നിങ്ങൾ ക്യാരി ചെയ്യണം, അകത്ത് വന്നപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞ് തർഷിക സാച്ചനെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്, സാച്ചന ഒരാളെ ബ്രാൻഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്, അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നീ വിശാലിനെ പ്ലേ ബോയ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഒരു ആണിനെ ആയാലും ഒരു പെണ്ണിനെ ആയാലും അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ. അപ്പം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, ആരായാലും പറയാൻ പാടില്ല, വലിയ ആളായാലും ചെറിയ ആളായാലും പറയാൻ പാടില്ല, നീ പോയി വിശാലിന്റെ അത് സോറി പറ. സാച്ചന അങ്ങോട്ട് കരച്ചിലും തുടങ്ങുന്നു, നിനക്കും ഇങ്ങനെ ആയി, നിന്റെ അവസ്ഥയും കൂടെ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം, എനിക്കെന്താ കുഴപ്പം എന്ന് തർഷിക ചോദിക്കുന്നു. അപ്പൊ സാച്ചന പറയുന്നു എന്നെ പുറത്തുവിട്, ബിഗ് ബോസ് എന്നെ പുറത്തുവിട്, എനിക്ക് പേടിയാവുന്നു, സാജന അങ്ങോട്ട് കരച്ചില്. തർഷിക പറഞ്ഞു നീ എന്തിനെ പുറത്തെ കാര്യം നീ എന്തിനാ പുറത്തെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? അപ്പം ഓടി വിശാൽ വരുന്നു, സാജന അങ്ങോട്ട് കരയുന്നു, അങ്ങനെ വിളിച്ച അണ്ണ. സത്യം പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ വയ്യ കരച്ചിൽ കാരണം, ഏങ്ങി കെട്ടിപ്പിടിച്ച് കരയാണ് വിശാലിനെ. കുറച്ച് കഴിയുന്നു ഫാറ്റ്മാനും തർഷികയുടെ മുട്ടം വഴക്കാണ്. തർഷിക പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അണ്ണാ അപ്പുറത്ത്, നമ്മൾ 2 പേരെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ കാര്യങ്ങൾ നല്ലതുപോലെ പറഞ്ഞ് ഇട്ടിട്ടില്ല,
തെറ്റാണ്, തെറ്റ് തന്നെയാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള തെറ്റ് തന്നെയാണ്. എൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഔട്ടായത്, അല്ലാതെ വേറെ ആരും കാരണമല്ല. ഫാറ്റ്മാൻ പറയുന്നത് അവൻ്റെ ഫോക്കസ് മാറ്റിവിട്ടത് നീയാണ് തർഷിക, അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തർഷിക പറയുന്നത് അത് ഞാൻ എടുത്ത കാർഡല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതായത് എന്ത് കാർഡ്? ഒരു മാർക്കറ്റിംഗ് കാർഡായിട്ടല്ല ഞാൻ യൂസ് ചെയ്തത്. ഫാറ്റ്മാൻ പറയുന്നത് നീ പുറത്ത് പറഞ്ഞതിൻ്റെ ബാക്കിയല്ലേ ഇവിടെ വന്ന് ഇപ്പോൾ തെളിയിക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. തർഷികയും ഫാറ്റ്മാനും കൂടെ മുട്ടം വഴക്കതേ. എനിക്കറിയാം, ഞാൻ അവനെ ഡൗൺ ആക്കിയിട്ടില്ല. നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആണ്. എൻ്റെയും വിശാലിൻ്റെ ഇടയ്ക്ക് കയറാൻ നിങ്ങൾ ഇടപെടാൻ വരണ്ട. ഫാറ്റ്മാൻ പറയാണ് നിന്റെ ഡ്രാമയൊന്നും ഇങ്ങോട്ട് വേണ്ടടി. ഓ, നിങ്ങളുടെ ഡ്രാമയെക്കാളും വലുതാണോ എൻ്റെ ഡ്രാമ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര വഴക്ക്. തർഷികയും ഫാറ്റ്മാനോടെ യമണ്ടം വഴക്കാണ്. തർഷിക നേരെ ദർശകരുടെ അടുത്ത് അർണവിൻ്റെ അടുത്തും പോകുന്നു. ഏട്ടാ, ഞാൻ അവനെ ഒന്നിനും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരൊറ്റ കേസിൽ മാത്രം ഞാൻ അവൻ്റെ പേര് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ ഇന്റർവ്യൂസിലൊക്കെ. പിന്നെ ഇങ്ങനെ രാത്രി വിളിച്ചിരുത്തി വിശാലിൻ്റെ അടുത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്റർവ്യൂവിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഫാറ്റ്മാൻ അതേസമയം വിശാലിനെ പറയാണ് അവൾ കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് തന്നെ മറക്കാൻ വേണ്ടിയിട്ട് ആണ്ട് അവൾ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ വിശാല് നമ്മൾ സംസാരിച്ച് ഡിസൈഡ് ചെയ്തോളാം, തേർഡ് പേഴ്സൺ ആരും ഇടപെടണ്ട. ഫാറ്റ്മാൻ പറയുന്നു അവൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് അല്ലേ ഞാനും പറഞ്ഞത്. അപ്പം ഇതേ സമയം ആനന്ദി രഞ്ജിത്ത് സ്റ്റോർ റൂമിൽ വരുന്നു. ആനന്ദിയെ കണ്ടത് പവിത്ര ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. രഞ്ജിത്ത് റയാനെ ഹഗ് ചെയ്യുന്നു, വിശാലിനെ ഹഗ് ചെയ്യുന്നു. വിശാൽ ഭയങ്കര കരച്ചില്. ഫാറ്റ്മാൻ പറയാണ് ആനന്ദി സൗന്ദര്യോട് നല്ലപോലെ പെരുമാറുന്നുണ്ടോ, സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ആനന്ദിയും പവിത്രയും കൊണ്ട് നീ നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. ദെൻ തർഷിക വിശാലിനെ സംസാരിക്കുകയാണ്. മെയിൻ സാധനം തർഷിക എങ്ങനെയുണ്ട് വിശാൽ? ഇത്രയും നേരം വിശാലിനടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല. പിന്നീട് റൂമിൽ കൊണ്ടുപോയിട്ട് ഇപ്പോഴാണ് നേരെ ചെന്ന് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് വിശാൽ, സുഖമാണോ? നീ കാണുന്നില്ലേ തർഷിക? അപ്പോൾ പറയാണ് എടാ എൻ്റെ എവിക്ഷന് നീ റീസൺ അല്ല, ഞാൻ തന്നെയാണ് എൻ്റെ എവിക്ഷന് കാരണം. അതുകൊണ്ട് നീ ആ കാര്യം ചിന്തിക്കരുത്. പിന്നെ ഒരാളെ ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അത്രയും ധൈര്യം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അത് ഞാൻ മാർക്കറ്റിംഗ് ആക്കി മാറ്റിയിട്ടില്ല. അത് ഞാൻ മാർക്കറ്റിംഗ് ആക്കിയോ തർഷിക? അപ്പം ബട്ട് നീ ഇവിടെ ഉള്ളവരോട് നീ പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ ഉള്ളവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ ആക്ഷൻസ് എനിക്കറിയാം നീ എന്താണ് എൻ്റെ അടുത്ത് കാണിച്ചതെന്നുള്ള കാര്യം. ഞാൻ നിൻ്റെ അടുത്ത് ഇമോഷൻസ് കാണിച്ചു, നീ എനിക്കൊരു ഹോപ്പ് തന്നു, ഒരു പ്രതീക്ഷ നീ എനിക്ക് തന്നു. അതിന് മേ ബി നീയും കാരണമായിരിക്കാം. ഓക്കെ, എനിക്ക് ഹോപ്പ് തന്നതിന് കാരണം നീയും ആയിരിക്കാം. അപ്പോഴത്തേക്കും വിശാൽ പറഞ്ഞിടാ ഞാൻ നിനക്ക് സ്പേസ് ആണ് തന്നത്. അപ്പോൾ തർഷ പറഞ്ഞ അല്ല, നീ എനിക്ക് തന്നത് ഹോപ്പാണ്, എനിക്ക് ഇടപഴകാനുള്ള ഒരു ഇത് മാറ്റി എനിക്ക് ഹോപ്പാണ് നീ തന്നത്. അപ്പോഴത്തേക്കും പിന്നെ നമുക്കിതിനെ സോർട്ട് ചെയ്യണോടാ, ഇത് നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയുടെ റിങ് എനിക്ക് തിരിച്ച് വേണം, സോറി. അപ്പോൾ വിശാൽ പറഞ്ഞു ഞാൻ തരാം, ഞാൻ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ തർഷ പറഞ്ഞു എന്നോട് നീ പഴകിയതുപോലെ വിശാൽ, നീ എന്നോട് പഴകിയതുപോലെ ആരുടെയും കൂടെ നീ പഴകിയിട്ടില്ല, അതെനിക്ക് നീ നല്ലതുപോലെ അറിയാം, അത് നീ സമ്മതിക്കണം. പിന്നെ നീ ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നീ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യം നേരിട്ട് പറഞ്ഞെങ്കിൽ 2 ദിവസം എനിക്ക് വിഷമം ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇപ്പം നീ എൻ്റെ റെസ്പെക്റ്റിനെ, എൻ്റെ ഫീലിങ്സിനെ നീ റെസ്പെക്റ്റ് ചെയ്തു. ഒരാളെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ അതിനെ മാർക്കറ്റിംഗ് സ്റ്റൈലിൽ സത്യയോടും റാണവിനോടും പറഞ്ഞു, മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിശാൽ ഞാൻ മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് നീ പറഞ്ഞു. സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് പറയണം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ വിശാൽ റാണവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ആക്ടർ അല്ലേ, ഞാൻ നിങ്ങളുടെ ആ വീഡിയോ ഇങ്ങനെ ഫോണിലാണ് ഞാൻ കേൾപ്പിച്ച് തന്നത്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ സാധനം? അപ്പം ഞാൻ പറഞ്ഞു വിശാൽ പറയുന്നുണ്ട് എന്താ ഞാനൊരു ആക്ടർ അല്ലേ, അപ്പം ഞാനും തർഷികയുള്ള സംഭവം പുറത്ത് പോയി ഭയങ്കര ഇതാകുമ്പോൾ എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സംഭവമാണ് എന്നുള്ള സാധനം. അപ്പം മാർക്കറ്റിംഗ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തതൊന്നും എനിക്കറിയില്ല, എനിക്ക് കേട്ടതായിട്ട് ഓർമ്മയില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തർഷ പറഞ്ഞു നീ പറഞ്ഞു പിന്നെ ടോപ്പ് 6 എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്, അപ്പം നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, കാര്യമായിട്ട് നീ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ സാർ. തർഷിക ഭയങ്കര അടിപൊളിയായിട്ട് മെച്ചൂർ. തർഷിക ഭയങ്കര അറ്റാക്ക് നേരിട്ടാണ് പുറത്ത് വന്നത്. അപ്പം എന്നിട്ടും തർഷിക എല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് തർഷിക വന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞത് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. ദെൻ സാജന വിശാലിനെ ചോദിക്കുന്നു ഓക്കെ ആണോ? അപ്പോൾ വിശാൽ പറഞ്ഞു ഓക്കെ ആയി, ഞാൻ എന്താ റിങ് തപ്പുകയാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി, എൻ്റെ ആക്ഷൻസ് അവൾക്ക് ഹോപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അത് പറഞ്ഞ് ഇത് ലവ് അല്ല എന്നവളെ പറഞ്ഞ് മനസ്സിലാക്കണം. വിശാൽ നേരെ റിങ് കൊടുക്കാനായിട്ട് തർഷികയുടെ അടുത്ത് വരുന്നു ഗാർഡൻ ഏരിയയിൽ. വിശാൽ പറയുന്നു ഐ ഫീൽ കംഫർട്ടബിൾ, മൈ ആക്ഷൻസ് ഗിവ് യു ഹോപ്പ്, എൻ്റെ ആക്ഷൻസ് നിനക്ക് ഹോപ്പ് തന്നിട്ടുണ്ട്, ഇൻറ്റൻഷ്യലി ഞാൻ ചെയ്തതല്ല, നീ ഡെസ്റ്റിനി എന്നൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ തർഷിക പറയണം ആ റിങ് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നുടാ, ആ റിങ് ഞാൻ നിനക്ക് തന്നു എന്ന് പറയണം. അപ്പോൾ അതാ റിങ് എന്ന് പറഞ്ഞാൽ റിങ് കൊടുക്കുന്നു. തർഷിക അത് വിരലിടുന്നു. വിശാൽ പറഞ്ഞു നീ പുറത്ത് പോയി ഫീൽ ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല, നിന്റെ അവസ്ഥയിലല്ല ഞാൻ, എങ്കിലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അത്, എന്നും നിനക്ക് വിശ്വസിക്കാം. വിശാലിനെ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സോറി എന്ന് പറഞ്ഞ് എപ്പിസോഡ് ഇന്നത്തത് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയാണെന്നുള്ള സംഭവം. എന്തായാലും തർഷിക സൂപ്പറായിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് വിട്ടു. ഇനിയും എന്താകും എന്ന് അറിയത്തില്ല, അത് വളരെ നല്ല കാര്യം. ഇനിയിപ്പോൾ അൻഷിത അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, അൻഷിതയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. വിശാൽ ചതിക്കാൻ നോക്കിയെങ്കിൽ അൻഷിത ബുദ്ധിയുള്ളവളായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻഷിത നാളെ വരുമായിരിക്കാം, എനിക്കറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ 3 പേരുടെ അല്ലേ ഉള്ളൂ വരാൻ. ആരൊക്കെ? നമ്മുടെ റാണവ്, അൻഷിത, മഞ്ജരി ഔട്ടായിപ്പോയി. ഇവർ 3 പേരും. പിന്നെ ഇന്നലെ ഔട്ടായ അരുണും ദീപക്കും. അവർ ലാസ്റ്റ് ദിവസം എങ്ങാനായിരിക്കും വരുന്നത്, വ്യാഴാഴ്ച എങ്ങാനായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ കേസേ ഉള്ളൂ. നമുക്ക് നാളെ നോക്കാം. ഇനിയിപ്പോൾ ഫിനാലേക്ക്
5-6 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് പോയി വോട്ട് ചെയ്യുക. ഓരോരുത്തർക്ക് വോട്ട് കൊടുക്കുമ്പോഴും ചിന്തിക്കുക, നമ്മുടെ വോട്ടൊന്നും വാല്യൂ ഇല്ല എന്ന് കരുതരുത്. ഓരോ വോട്ടും വാല്യൂ ഉള്ള സാധനമാണ്. സോ അപ്പോൾ ഈ വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. നാളെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ 100ാമത്തെ ദിവസത്തെ, എൻ്റെ 100ാമത്തെ ദിവസത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വരും. അപ്പൊ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.